നമസ്കാരം. ആപ്പിളിൻ്റെ ഐഫോണും ഐപാഡും ഒക്കെ ഇഷ്ടപ്പെടാത്തവർ ആരാണ് ഉള്ളത്? അവയുടെ സുരക്ഷിതത്വം തന്നെയാണ് ആപ്പിളിൻ്റെ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകളുടെ ഏറ്റവും വലിയ മുഖമുദ്ര. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള വലിയൊരു ശതമാനം വരുന്ന ജനങ്ങൾ ആപ്പിളിൻ്റെ ഐഫോണും ഐപാഡും എല്ലാം സ്വന്തമാക്കാൻ തിരക്കുകൂട്ടുന്നത്. ലോകമെമ്പാടും 1.8 ബില്യൺ ഉപഭോക്താക്കളാണ് ആപ്പിളിൻ്റെ ഈ ഐഫോണും ഐപാഡും എല്ലാം തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ ഭീഷണി ഉയർന്നു വരുന്നുണ്ട്. ഹാക്കർമാരിൽ നിന്നുള്ള ആക്രമണ ഭീഷണിയെക്കുറിച്ച് ആപ്പിൾ ഇപ്പോൾ തന്നെ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് എന്നാണ് ഇപ്പോൾ ആപ്പിൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം ഹാക്കർമാർ അവിടെയും ഇപ്പോൾ കടന്നുകൂടിയിരിക്കുന്നു. എന്നാൽ ആപ്പിളിൻ്റെ ഐഫോണിലെയും ഐപാഡിലെയും എല്ലാ മോഡലുകളെയും ഇവ ആക്രമിക്കുന്നില്ല. ചില പ്രത്യേക മോഡലുകൾ മാത്രം ലക്ഷ്യമിട്ടാണ് ഈ ഹാക്കർമാർ എത്തിയിരിക്കുന്നത് എന്നും വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പിടിവിട്ടു പോകുമെന്നുമാണ് ആപ്പിൾ അറിയിക്കുന്നത്. കാരണം ഈ ഹാക്കർമാർ നുഴഞ്ഞു കയറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വസ്തുതകളും അവർ തട്ടിയെടുക്കും. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും നമ്മുടെ മറ്റ് വ്യക്തിബന്ധങ്ങളും അതുപോലെ നമ്മുടെ സ്വകാര്യ ജീവിതവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഹാക്കർമാർ തട്ടിയെടുക്കൊണ്ട് പോകും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും വളരെ കരുതലോടെ വേണം ഇതിനെ നേരിടാൻ എന്നാണ് ഇപ്പോൾ ആപ്പിൾ നൽകുന്ന മുന്നറിയിപ്പ്. എത്രയും വേഗം തന്നെ ഇതിനെ നേരിടാനുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. അതല്ലാതെ നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിനെ തടയാൻ കഴിയുകയില്ല എന്നാണ് ആപ്പിൾ കമ്പനി വ്യക്തമാക്കുന്നത്. എല്ലാവരും തന്നെ ഇത് സംബന്ധിച്ച പുതിയ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. ഇനി യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. iOSലെ എല്ലാ ബ്രൗസറുകളെയും ശക്തിപ്പെടുത്തുന്ന ബ്രൗസർ എഞ്ചിനായ വെബ്കിറ്റിൽ 2 ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തിയതായിട്ടാണ് ആപ്പിൾ കമ്പനി പറയുന്നത്. അവ നിർദ്ദിഷ്ട വ്യക്തികളെ ലക്ഷ്യം വെച്ചുള്ള അതിസങ്കീർണമായ ആക്രമണത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ആപ്പിൾ കമ്പനി വിശേഷിപ്പിക്കുന്നത്. ഈ ദോഷകരമായ വെബ്സൈറ്റുകളിൽ നിന്നാണ് ഈ അപകട ഭീഷണി വരുന്നത് എന്നാണ് കമ്പനി പറയുന്നത്. ഈ ഹാക്കർമാർക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാനും അതുപോലെ മാറ്റിമറിക്കാനും പോലും ഇതിലൂടെ അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത് സംബന്ധിച്ച അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് കമ്പനി നൽകുന്ന ഉപദേശം. ഉപഭോക്താക്കളുടെ ഐഫോണോ ഐപാഡോ എല്ലാം തന്നെ ഈ ഹാക്കർമാർക്ക് അവരുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ തന്നെ പ്രവർത്തിപ്പിക്കാനും ഹാക്കർമാർക്ക് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അതിനെ ചലിപ്പിക്കാനും എല്ലാം തന്നെ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകട ഭീഷണികളിലൊന്ന്. സാധാരണയായി ആപ്പിളിൻ്റെ ഐഫോണും ഐപാഡും എല്ലാം കൈവശമുള്ള ആളുകൾ എപ്പോഴും കരുതിയിട്ടുള്ളത് ഞങ്ങൾ വളരെ സുരക്ഷിതരാണ്, ഇതിൽ നിന്ന് ഒരു കാര്യം പോലും ഹാക്കർമാർക്ക് ചോർത്തിയെടുക്കാൻ കഴിയുകയില്ല എന്നാണ്. പക്ഷേ അതിനുള്ള അവസരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓട്ടോമാറ്റിക് അപ്ഡേറ്റുകൾ സജ്ജമാക്കിയ ഉപഭോക്താക്കൾ ഉടൻ തന്നെ സംബന്ധിച്ച പൗച്ച് സജ്ജമാക്കണം എന്നാണ് കമ്പനി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ അവർ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് സംശയകരമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന മെയിലുകൾ, വാട്സപ്പ് മെസ്സേജുകൾ ഇവയൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളത് ഓപ്പൺ ചെയ്യാൻ എന്നാണ് കമ്പനി പറയുന്നത്. കാരണം അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇവയെല്ലാം തന്നെ നമ്മൾ ഈ മെസ്സേജുകൾ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി നമ്മുടെ മുഴുവൻ വസ്തുതകളും തട്ടിയെടുക്കാൻ, നമ്മുടെ മുഴുവൻ ഡാറ്റയും തട്ടിയെടുക്കാനുള്ള ഒരു നീക്കമായി അത് മാറുമെന്നും അങ്ങനെ നമ്മുടെ കൈവശമുള്ള സർവ്വ വിവരങ്ങളും ഈ ഹാക്കർമാരുടെ കൈവശം എത്തുമെന്നും അങ്ങനെ അവർ നമ്മെ പല രീതിയിലും പറ്റിക്കാൻ, നമ്മുടെ പണം തട്ടിയെടുക്കാനും അതുപോലെ നമ്മുടെ സ്വകാര്യ വിവരങ്ങളൊക്കെ തന്നെ അവർ കൈവശം വെച്ചുകൊണ്ട് വേണമെങ്കിൽ നാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോലും മടിക്കാത്തൊരു വിഭാഗക്കാരായിരിക്കും ഈ ഹാക്കർമാർ എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ വളരെ കരുതലോടെ ഇരിക്കുക. നിങ്ങൾ ആപ്പിൾ ഐഫോണിൻ്റെ അല്ലെങ്കിൽ ഐപാഡിൻ്റെ ഉടമയാണ് എങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഇത് വലിയ അപകടകരമായ ഒരവസ്ഥ തന്നെ വരുത്തി വയ്ക്കും. ഏറ്റവും അധികം അപകട സാധ്യതയുള്ളത് ഐഫോൺ 11 അതിന് ശേഷം ഇറങ്ങിയ ഐഫോണുകൾക്കുമാണ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന് മുമ്പ് ഇറങ്ങിയ ഐഫോണുകൾ ഇക്കാര്യത്തിൽ സുരക്ഷിതമാണ്. ഐപാഡ് പ്രോ 12.9 ഇഞ്ചും ഐപാഡ് പ്രോ 11 ഇഞ്ചും ഇവ രണ്ടും ഈ അപകട ഭീഷണി നേരിടുന്നതാണ്. ഹാക്കർമാരുടെ ആക്രമണം ഏത് നിമിഷം വേണമെങ്കിലും അവിടെ ഉണ്ടാകും. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ഉപകരണങ്ങളെല്ലാം കൈവശമുള്ള ആളുകൾ ഒരു പ്രത്യേക എക്സ്ട്രാ കെയർ എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതല്ലെങ്കിൽ ഹാക്കർമാർ നിങ്ങളെ കീഴടക്കുക തന്നെ ചെയ്യും എന്നാണ് ആപ്പിൾ കമ്പനി പറയുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഉടൻ തന്നെ സജ്ജമാക്കുക എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഒട്ടും കാലതാമസം വരുത്തരുത്. ഓരോ നിമിഷവും കാലതാമസം ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിതം അപകടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫിഷിംഗ് ഇമെയിലുകൾ, റാൻസം വെയറുകൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായ മുന്നറിയിപ്പ് നൽകാനും അവയെ തടഞ്ഞു നിർത്താനും പ്രതിരോധിക്കാനും ഒക്കെ തന്നെ ഇതിന് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും വേഗം നിങ്ങൾ ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ തോതിലുള്ള അപകടകരമായ അവസ്ഥയായിരിക്കും എന്നാണ് ഇപ്പോൾ ആപ്പിൾ നൽകുന്ന ഈ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. സൈബർ ലോകത്ത് നമ്മൾ ആരും തന്നെ സുരക്ഷിതരല്ല എന്നുള്ള കാര്യം. എത്രത്തോളം സുരക്ഷിതമായ ഐഫോൺ ഐപാഡും ഒക്കെയാണ് നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ പോലും
അവയിൽ പോലും ഹാക്കർമാർക്ക് നുഴഞ്ഞു കയറാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതുതന്നെയാണ് ഇന്ന് ലോകമെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൈബർ ലോകത്തെ തട്ടിപ്പുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ബുദ്ധി.